നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്ര പേർക്ക് മന്ത്രിസ്ഥാനം വേണം, ഇതാ അതിനുള്ള ലിസ്റ്റ്. അങ്ങനെ പദവികളൊന്നും നിങ്ങളുടെ പക്ഷത്തിന് വിട്ടുതരാൻ കഴിയില്ല, ഞങ്ങൾക്കും വേണം. ഇപ്പോഴത്തെ അടി കേരളത്തിലേതല്ല, ഇത്തവണ മന്ത്രിസ്ഥാനങ്ങൾക്കായുള്ള തർക്കം അങ്ങ് കർണാടകയിലാണ്. എന്താണ് കോൺഗ്രസ് ഇങ്ങനെയെന്ന് ചോദിച്ചു പോവുകയാണ്. ഗ്രൂപ്പ് പോലും തമ്മിത്തല്ലുമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലോ. കർണാടകയിൽ മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ ചരടുവലികൾക്കൊടുവിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുകയാണ്. അധികാരം കൈമാറിയെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് കർണാടക കോൺഗ്രസിനുള്ളിലെ നിലവിലെ പ്രതിസന്ധി. കേരളത്തിലുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഹൈക്കമാൻഡ് കർണാടകയിൽ അതിവേഗം കാര്യങ്ങൾ നീക്കുകയാണെന്നാണ് ചില മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. മാസങ്ങളായുള്ള മുറുമുറുപ്പിനും തർക്കങ്ങൾക്കും ഒടുവിലാണ് ടേം വ്യവസ്ഥ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഒടുവിൽ ശിവകുമാർ നേടിയെടുത്തത്. എന്നിട്ടും ആഭ്യന്തര തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണോ കോൺഗ്രസ് പറയുന്ന ഹൈക്കമാൻഡിന്റെ ചടുലമായ നീക്കം? 2023 നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയം മുതൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അലട്ടിയിരുന്ന വലിയ ചോദ്യമായിരുന്നു സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള അധികാര തർക്കം. ഒടുവിൽ 3 വർഷത്തെ ഭരണത്തിന് ശേഷം സിദ്ധരാമയ്യ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി തുറന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച വേഗതയിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ സമവായത്തിലെത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെയാണ് മന്ത്രിസ്ഥാന ചർച്ചകളെ സങ്കീർണമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ സിദ്ധരാമയ്യയും ശിവകുമാറും മന്ത്രിസ്ഥാനങ്ങൾക്കായുള്ള വലിയ ലിസ്റ്റുമായാണ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞെങ്കിലും പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ ഇപ്പോഴും തനിക്കാണെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്റെ വിശ്വസ്തർക്ക് തന്നെ നൽകണമെന്നും തന്റെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യക്ക് മന്ത്രിസഭയിൽ ഇടം നൽകണമെന്നും സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നതാണ് വിവരം. എന്നാൽ പദവികളെല്ലാം സിദ്ധരാമയ്യ പക്ഷത്തിന് വിട്ടു നൽകാൻ കഴിയില്ലെന്നാണ് DK ശിവകുമാറിന്റെ നിലപാട്. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് ഒന്നിലധികം പേരെ നിയമിക്കാനാണ് ഹൈക്കമാൻഡും ആലോചിക്കുന്നത്. ഇത് തന്റെ അധികാരം കുറയ്ക്കുമെന്ന് ശിവകുമാർ ഭയപ്പെടുന്നുമുണ്ട്. നിർണായക വകുപ്പുകൾ ആര് കൈകാര്യം ചെയ്യുമെന്നതിലും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നതിലും ഇരുപക്ഷവും തമ്മിൽ കടുത്ത തർക്കം തുടരുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 8 മുതൽ 10 വരെ മന്ത്രിമാർ മാത്രമേ ഒപ്പം ചുമതലയേൽക്കൂ എന്നാണ് സൂചന. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയും ഗ്രൂപ്പുകൾ തമ്മിലും ഉണ്ടാകുന്ന തർക്കങ്ങൾ പുതിയതല്ല. കേരളത്തിലെ ചരടുവലികൾ നമ്മൾ കണ്ടതാണ്. ഹിമാചൽ പ്രദേശിലും സമാന പ്രതിസന്ധി നിലനിന്നിരുന്നു. ഹിമാചൽ പ്രദേശിൽ സുഖ്വീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രിയായതിന് പിന്നാലെ പ്രതിഭാ സിംഗിന്റെയും വിക്രമാദിത്യ സിംഗിന്റെയും നേതൃത്വത്തിലുള്ള പക്ഷം പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മന്ത്രിസ്ഥാനങ്ങളെയും അവഗണനകളെയും ചൊല്ലിയുള്ള ഈ തർക്കം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുന്നതിലേക്കും സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നതിലേക്ക് നയിച്ചു. സിദ്ധരാമയ്യയുടെ പക്ഷത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് DK ശിവകുമാറിന് എത്രത്തോളം സ്വതന്ത്രമായി ഭരിക്കാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി കർണാടക സർക്കാരിന്റെ ഭാവി. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ സിദ്ധരാമയ്യക്കായിരുന്നിട്ടും കേരളത്തിൽ ജനവികാരം പരിഗണിച്ചിരുന്നില്ലേ എന്നും ശിവകുമാർ പക്ഷം ചോദിച്ചിരുന്നു. തുടക്കത്തിൽ സമ്മതിച്ചിരുന്ന ടേം വ്യവസ്ഥ പാലിക്കാതിരുന്നിട്ടും അവസാനം മുഖ്യമന്ത്രി സ്ഥാനം ശിവകുമാറിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇത് സംഭവിക്കില്ലെന്ന് ആർക്കും ഉറപ്പു പറയാൻ കഴിയില്ല. പടം നയിച്ചവർ 5 കൊല്ലം നാട് ഭരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.